നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ ഏറ്റവും മികച്ച ഡിവിഷൻ എന്നതടക്കം 7 പുരസ്കാരങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ അർഹമായി. 2025-26 കാലയളവിലെ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഡിവിഷൻ മാനേജർ മധുകർ റോട്ട്. ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി 1 മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കരകവിഞ്ഞൊഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളെ ഭീതിയിലാഴ്ത്തുന്നു. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷത്തിൽ ഏവരും ആശങ്കയിൽ. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം. പാലത്തിന്റെ ടാറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനായി കോർ കട്ടിംഗ് പരിശോധന പൂർത്തീകരിച്ചു. പൂർത്തിയാക്കാനുള്ള അല്പം ചില പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ. തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാർ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായശല്യം രൂക്ഷം. തെരുവു നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് 1-ലധികം തവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി റെയിൽവേ അധികൃതർ. വാർത്തകൾ വിശദമായി. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ ഏറ്റവും മികച്ച ഡിവിഷൻ എന്നതടക്കം 7 പുരസ്കാരങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ അർഹമായി. 2025-26 കാലയളവിലെ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഡിവിഷൻ മാനേജർ മധുകർ റോട്ട് പറഞ്ഞു. ചെന്നൈയിൽ നടന്ന 71 റെയിൽവേ വാരാഘോഷത്തിനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. 2025-26 കാലയളവിൽ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനുകളിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകളിൽ ഡിവിഷന് അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞു. അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ പിറ്റ് ലൈനിന്റെ പണി സെപ്റ്റംബറോടുകൂടി പൂർത്തിയാകും. അനുമതി ലഭിച്ച രണ്ടാമതൊരു ലൈൻ കൂടി പൂർത്തിയാകുന്നതോടെ പാലക്കാട് റെയിൽവേയുടെ പ്രധാന കേന്ദ്രമായി മാറും. പറളി പാലക്കാട് ബൈപ്പാസിനായുള്ള സ്ഥലമെടുപ്പ് നടപടി ആരംഭിച്ചു. പാലക്കാട് തിരുവനന്തപുരം വന്ദേ ഭാരതിന് അനുമതി നൽകേണ്ടത് റെയിൽവേ ബോർഡാണ്. ട്രെയിനിലും സ്റ്റേഷൻ പരിസരത്തുമായി ലഭിച്ച 3.33 കോടിയുടെ സാധനങ്ങൾ ഇതുവരെ ഉടമകൾക്ക് തിരിച്ചേൽപ്പിച്ചു. ട്രെയിനു നേരെയുള്ള കല്ലെറിയുന്നതിനെതിരെ സമൂഹം രംഗത്ത് വരണമെന്നും മധുകർ റോത്ത് പറഞ്ഞു. Cleanliness shield for especially best kept station at Palghat Junction and Family Welfare Center. So these are the major shields which we have won, and then because of this overall efficiency shield also. In terms of security, let me brief you that in security assistance 32,805 women passengers were assisted in Palghat division entirely for our project of Meri Saheli. Recovery and return of 960 lost article worth of 3.33 crore have been done. Seizure of narcotic of more than 5 crore has been carried out. And one significant which you have seen the last year significant achievement was arrest for the member of notorious Sasi gang. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി 1 മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കരകവിഞ്ഞ് ഒഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളെ ഭീതിയിൽ ആഴ്ത്തുകയാണ്. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷം എല്ലാവരെയും ഭീതിയിലാക്കിയിട്ടുണ്ട്. കോട്ടയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി 1 മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കരകവിഞ്ഞൊഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളുടെ ഭീതിയിലാക്കുന്നു. സാധാരണ ഈ സമയത്ത് ഇരുകരമുട്ടി ഒഴുകാറുള്ള കണ്ണാടിപ്പുഴ വറ്റിവരണ്ട് പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന പറളി പതിപാലത്തിൽ നിന്ന് നോക്കിയാൽ കാഴ്ച ഹൃദയഭേദകമാണ്. ഈ നിലയ്ക്ക് പോയാൽ കുടിവെള്ളം വരെ കിട്ടാക്കനിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷം
എല്ലാവരെയും ഭീതിയിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം. പാലത്തിലെ ടാറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് കോർ കട്ടിംഗ് പരിശോധന നടന്നു. പാലം നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൂർത്തിയാക്കാനുള്ള അല്പം ചില പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശിയിലെ റെയിൽവേ മേൽപ്പാലം 80% പ്രവൃത്തികൾ പൂർത്തിയായ പാലത്തിലൂടെ നേരത്തെ വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നു. പാലത്തിന് മുകളിലെ പാതയിൽ കോട്ടിംഗ് പരിശോധനയാണ് ചൊവ്വാഴ്ച നടന്നത്. പാതയിലെ ടാറിംഗ് പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധനയാണ് കോർ കട്ടിംഗ് പരിശോധന. പാലത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള ട്രിച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് കുഴികൾ ഉണ്ടാക്കിയായിരുന്നു പരിശോധന. സാമ്പിൾ എടുത്ത ശേഷം ഇവ പരിശോധനയ്ക്കായി അയക്കുമെന്ന് അധികൃതർ പറഞ്ഞു. 2 അപ്രോച്ച് റോഡുകളും ഉൾപ്പെടെ ആകെ 610 മീറ്റർ നീളമാണ് പാലത്തിനായുള്ളത്. 7.5 മീറ്റർ വീതിയുമുണ്ട്. ഇതിൽ 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയാണ്. നടപ്പാതയിലെ ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. കൂടാതെ ഹാൻഡ് റെയിൽ വർക്കുകളും പൂർത്തിയായി വരികയാണ്. പാലത്തിലെ പെയിന്റിംഗ് പ്രവൃത്തികളും ഉടൻ തന്നെ പൂർത്തിയാക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായ്ക്കളുടെ ശല്യമാണ്. 2 പേരെ നായ കടിച്ച സംഭവമുണ്ടായി. നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നിലധികം തവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി റെയിൽവേ സ്റ്റേഷൻ അധികൃതർ പറയുന്നു. പാതയോരങ്ങളിലും ഇടവഴികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡിലും മാത്രമല്ല ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും തെരുവ് നായ്ക്കളുടെ വിളയാട്ടമാണ്. സംഭവമാണിത്. സ്റ്റേഷനിലെത്തുന്ന നിരവധി യാത്രക്കാരാകട്ടെ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ച അതിനുദാഹരണമാണ്. മര്യാദയ്ക്ക് ഒന്ന് ഇരിപ്പിടങ്ങളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. കാൽച്ചുവട്ടിലും നായ്ക്കൾ തമ്പിടിച്ച് കിടക്കുന്നു. ട്രെയിനൊന്നെത്തിയാൽ അറിയാതെ ഒന്ന് എണീറ്റാൽ അബദ്ധത്തിൽ നായയൊന്ന് ചവിട്ടിയാൽ കടിക്കുന്ന അവസ്ഥ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായ്ക്കളുടെ ശല്യം. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണത്രേ ഏറ്റവും കൂടുതൽ നായ്ക്കളെ കാണാറുള്ളത്. ട്രെയിൻ കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും ഇവയുടെ ശല്യം ഏറെയായിട്ടുണ്ട്. 2 പേരെ നായ കടിച്ച സംഭവമുണ്ടായി. ട്രെയിൻ ഇറങ്ങുന്നതിനിടെ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീക്കും പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച ഒരു പുരുഷനുമാണ് നായയുടെ കടിയേറ്റത്. പിന്നീട് ഇവർ വാക്സിനേഷൻ എടുക്കുകയായിരുന്നു. യാത്രക്കാർ പോകുന്ന നടപ്പാലത്തിലും റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലും ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തും നായ്ക്കളുടെ ശല്യം കൂടി വരുന്നു. പ്ലാറ്റ്ഫോമിലെ മേൽക്കുരയ്ക്ക് മുകളിൽ പോലും തെരുവ് നായ്ക്കൾ സഞ്ചരിക്കുന്ന അവസ്ഥയാണിവിടെ. 2 മാസത്തിനിടെ നിരവധി പേരെ നായ ആക്രമിച്ചതായാണ് വിവരം. നായ്ക്കളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ സെക്രട്ടറിക്കും ആരോഗ്യ വിഭാഗത്തിനും നേരത്തെ കത്ത് നൽകിയതാണെന്ന് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ പറയുന്നു. സത്വര നടപടികൾ എത്രയും വേഗം ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പണിയെടുത്താലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായതായി CITU ജില്ലാ സെക്രട്ടറി M. ഹംസ പറഞ്ഞു. ഇന്ധനവില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഠിനാധ്വാനം ചെയ്താലും ജീവിത ചെലവിന് തികയാത്ത വരുന്ന സാഹചര്യം ഉണ്ടായത് സർക്കാരുകളുടെ അനാസ്ഥയും പിടിപ്പുകേടും മൂലമാണ്. പൊതുഗതാഗതം നിലനിൽക്കുന്നതിന്റെ സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാണ്. അടിക്കടി വർദ്ധിക്കുന്ന ഇന്ധനവില ഗുരുതര പ്രതിസന്ധിയിലാക്കിയത് ഓട്ടോറിക്ഷ മേഖലയെയാണ്. ഇന്ധനവില വർദ്ധിക്കുകയും നിരക്ക് വർധന സാധ്യമല്ലാത്തതുമായ സാഹചര്യത്തിൽ നിരക്കിന് ആനുപാതികമായി ഇന്ധനവില കുറയ്ക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കണം. തൊഴിലാളികളെ കടുത്ത സമരത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും M. ഹംസ പറഞ്ഞു. പണി മുടക്കാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെയെല്ലാം ജീവിതം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഓട്ടോറിക്ഷ മേഖലയാണ് എന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ടാക്സി മേഖലയാണ് എന്നതിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈവറ്റ് മോട്ടോർ മേഖലയാണ് എന്ന് നമുക്കറിയാം. ഈ മേഖലയെല്ലാം നിന്നു പോകണമെങ്കിൽ രണ്ടിലൊരു മാർഗം ചെയ്തേ പറ്റൂ. അതിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV. സുരേഷ്, K. രാധാകൃഷ്ണൻ, ചിഞ്ചു ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. മാസം 26,000 രൂപ ഒരു മാസം ശമ്പളം കിട്ടും എന്നുള്ളതിന് ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.
26,000 രൂപ കരാർ തൊഴിലാളികൾക്ക് കിട്ടിയാൽ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് ഇതേ സേവനം 40,000-നും 30,000-നും വാങ്ങുന്നത് 26,000-ന് കിട്ടുമെന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമുക്ക് 10, 12, 13 രൂപ കിട്ടുന്ന സ്ഥാനത്ത് നിന്ന് ഒരു 26,000 രൂപയിലേക്ക് നമ്മുടെ വേതനം കൂട്ടണം എന്ന ഡിമാൻഡ് കരാർ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുകയാണ്. കരാർ തൊഴിലാളികൾ ഈ മുദ്രാവാക്യം വെക്കുമ്പോൾ തന്നെ കരാർ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ചില വേറെ ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ, ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ. അത്തരം ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടം നമുക്ക് നടത്തണം. ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് LD ദിൽഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. RCC ആൻഡ് GWU ജനറൽ സെക്രട്ടറി TK അച്യുതൻ, പ്രസിഡന്റ് RG പിള്ള, AIL-RSA വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി CK സൗമ്യ എന്നിവർ സംസാരിച്ചു. എല്ലാ കരാർ തൊഴിലാളികൾക്കും പ്രതിമാസം മിനിമം വേതനമായി 25,000 രൂപ ഉറപ്പുവരുത്തുക, എല്ലാ തൊഴിലാളികൾക്കും PF ESI ഏർപ്പെടുത്തുക, റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമമുറി നിർമ്മിച്ചു നൽകുക, കാറ്ററിംഗ് വെൻഡിംഗ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ AUP സ്കൂളിൽ ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ പിന്തുണച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ നമ്മളെല്ലാവരും തരുന്ന ആ നോട്ടീസ് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം. എന്തെങ്കിലും അതുപോലുള്ളത് കണ്ടാൽ നമുക്ക് വിളിച്ചു പറയണം, എൻ്റെ അച്ഛനെ ഇങ്ങനെ ആക്കുന്നതിന് കാരണക്കാരൻ, എൻ്റെ ജ്യേഷ്ഠനെ ഇങ്ങനെ ആക്കുന്നതിന് കാരണക്കാരൻ ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ലഹരി വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയിക്കണം. നമുക്ക് ഈ ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരവുമായി മണ്ണൂർ AUP സ്കൂൾ ഇവിടെ നിന്ന് കൊളുത്തുന്ന തിരുനാളം കേരളത്തിലുടനീളം ഒരു തീപ്പന്തമായി വീടുകളിലെ സന്തോഷത്തിൻ്റെ ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടാകട്ടെ. പരിപാടിയുടെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉൾപ്പെടുത്തിയ നോട്ടീസുകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിതരണം ചെയ്തു. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രസംഗവും വിദ്യാർത്ഥികൾക്ക് മധുര വിതരണവും നടത്തി. സ്കൂളിലെ അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ മണ്ണൂർ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും സമാന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം പങ്കുവച്ച് ഷൊർണൂർ നായാടിക്കുന്നിൽ സംഘടിപ്പിച്ച വിളംബര റാലി വർണ്ണാഭം. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നത് ലഹരിയല്ല, മറിച്ച് ആരോഗ്യകരമായ ശീലങ്ങളാണെന്നും ലഹരിയെ വേണ്ടെന്ന് വയ്ക്കാം എന്ന ആശയത്തിലാണ് വിളംബര റാലി സംഘടിപ്പിച്ചത്. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നത് ലഹരിയല്ല, മറിച്ച് ആരോഗ്യപരമായ ശീലങ്ങളാണ്. ലഹരിയെ വേണ്ടെന്ന് വയ്ക്കാം എന്ന ആശയത്തിലാണ് നിരവധി ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ ഇത്തരത്തിലൊരു വിളംബര റാലി സംഘടിപ്പിച്ചത്. വരാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളെ ആവേശത്തോടെ വരവേൽക്കാൻ നായാടിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിളംബര റാലി സംഘടിപ്പിച്ചത്. പ്രദേശത്തെ വിവിധ ടീമുകളുടെ ആരാധകർ ജേഴ്സിയും കൊടികളുമേന്തി അണിനിരന്ന റാലി നായാടിക്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിച്ചു. DJ മ്യൂസിക്കും വർണ്ണാഭമായ ഫ്ളാഗ് ഡിസ്പ്ലേയും റാലിക്ക് കൂടുതൽ ചാരുതയേകി. ഫുട്ബോൾ എന്ന വികാരം ഉയർത്തിപ്പിടിച്ച് നാടിന്റെ കൂട്ടായ്മ വിളിച്ചോതിയായിരുന്നു റാലി. നൂറുകണക്കിന് ആരാധകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ ഏറ്റവും മികച്ച ഡിവിഷൻ എന്നതടക്കം 7 പുരസ്കാരങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ അർഹമായി. 2025-26 കാലയളവിലെ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഡിവിഷൻ മാനേജർ മധുകർ റോട്ട്. ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി 1 മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കരകവിഞ്ഞൊഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളെ ഭീതിയിലാഴ്ത്തുന്നു. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷത്തിൽ ഏവരും ആശങ്കയിൽ. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം. പാലത്തിന്റെ ടാറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനായി കോർ കട്ടിംഗ് പരിശോധന പൂർത്തീകരിച്ചു. പൂർത്തിയാക്കാനുള്ള അല്പം ചില പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ.
തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാർ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായശല്യം രൂക്ഷം. തെരുവു നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നിലധികം തവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി റെയിൽവേ അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.